Hey, hello everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഒരു 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 സത്യം പറഞ്ഞാൽ ഒരു ഉഷാറില്ലാത്ത മൊത്തത്തിലൊരു ഡാർക്കായിട്ടുള്ള ഒരു ഈദാണെങ്കിൽ കൂടി നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. ഡ്രസ്സ് മാക്സി ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ അടിച്ചൊരു തുടക്കാനുണ്ട്. മോനൂസിനൊക്കെ ഫുള്ളാക്കി സെറ്റാക്കി, അവർ മൂന്നാളെ സെറ്റാക്കി. പിന്നെ ഇനി അടിച്ചൊരു തുടച്ചങ്ങാണ്ട് കുളിച്ച് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കാണിക്കാം. മാക്സിക്ക് ഷാള് കിട്ടിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു പെരുന്നാൾ ഇങ്ങനെയാണ് ഷാളൊന്നും കിട്ടാണ്ട്. മറ്റേത് മാക്സി ഷാളെങ്കിലും സെറ്റാവും, പക്ഷെ ചുരിദാറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ പൊതുവേ നമ്മളെങ്ങനെയാണോ ഇതിനുണ്ടാവുക ആ ഒരു ലുക്കേ അല്ല ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞിമാരെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞിമ്മയും കുഞ്ഞിപ്പയും ഒക്കെ ഇവിടെയാണ് ഇപ്രാവശ്യത്തെ ഈദിന്. ആ ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇച്ചിരി ഡാർക്കാണെങ്കിലും നമ്മളത് എൻജോയ്മെൻ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞത്. ഫോൺ എടുത്തു കൊടുക്കുന്നതിന് മോനൂസ് കരയുന്നുണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈദ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൊതുവെ സാധാ ചോറും ബീഫൊക്കെ ഉണ്ടാക്കി. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഈദ് വ്ളോഗ് വെച്ചിട്ട് വ്ളോഗൊന്നും എടുക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും എടുക്കണം എന്നൊരാഗ്രഹം കഴിഞ്ഞ തവണ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പോലെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഫുള്ള് ജീവിതത്തിൽ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് ആ ഈദിന്. അപ്പോൾ ആ വ്ളോഗ് ഇടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് ഞാൻ വ്ളോഗൊക്കെ എടുത്തതായിരുന്നു. പക്ഷേ വ്ളോഗ് ഇടാൻ പറ്റിയില്ല എനിക്ക്. എൻ്റെ ഫോൺ അപ്പോഴേക്കും കേട് വന്ന്. പിന്നെ ഇപ്പോഴാണ്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമോ അറിയില്ല. സൗണ്ടൊക്കെ പോയ കാരണം വോയിസ് ഒന്നും കൊടുക്കാൻ എപ്പോഴും പറ്റില്ല. ബാക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തമ്പ്ലൈന് വരെ ഞാൻ അന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി. അപ്പോഴേക്കിനാണ് ഫോൺ പണി തന്നത്. അപ്പോൾ ഈദ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് തമ്പ്ലൈനൊക്കെ സെറ്റാക്കി വെച്ചും ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം. മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളായിട്ട് ഇടണം. ഇതിൻ്റെ മുന്നായിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മോനൂസ് കരയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈദ് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വഴിയെ കാണാം. ഗൈസ്, മോനൂസ് റെഡി ആയിട്ടുണ്ട് മാറ്റി. അപ്പോൾ കരയാണ് അവൻ. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതിന്. എന്തിനാ കരയണ പോലെ? അമ്മച്ചി മുടിയൊക്കെ പറഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കിയല്ലേ? എന്തിനാ കരയണേ? നോക്കിയാട്ടെ മിച്ചിൻ്റെ സുന്ദര കുട്ടീൻ്റെ. ഇതാണ് ഗൈസിൻ്റെ സുന്ദര കുട്ടീൻ്റെ ഡ്രസ്സ്. കണ്ടോ നിങ്ങൾ? ചെപ്പ് കണ്ടോ നിങ്ങൾ? എടാ ഒരു ചെപ്പോടാ, ഒരു ചെപ്പോടെ. പിന്നെ ഒരു ചെപ്പോടെ എപ്പോഴും ആയിരിക്കും കത്തരാല. ചെരുപ്പ് ഒന്ന് കാണാതാവും, ഷോക്സ് ഒന്ന് കാണാതാവും. സ്ഥിരമുള്ള കാര്യമാണ്. മിച്ചെടുത്തരാം കേട്ടാ. ചെരുപ്പ് എടുത്തരാം. ഊരിക്കാളം. ഇതാണ് ഗൈസിൻ്റെ കുട്ടീൻ്റെ ഔട്ട്ഫിറ്റ്. ചെയ്ത ഔട്ട്ഫിറ്റ് ഒന്നൊന്നല്ല, 2-3 ആളിലുണ്ട്. അപ്പോൾ എല്ലാതും നമ്മൾ കാണിക്കുന്നതാണ് ഗൈസ്. ഫോൺ എടുക്കാത്തതിനാ കാര്യമുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് അവൻ്റെ മൂഡ് മാറിയിട്ട് വരാം. ടാറ്റ എടുത്താ ടാറ്റ. അങ്ങനെ ഇതേ കുഞ്ഞിപ്പയും ബെബൂസും കൂടി പള്ളിയിൽ പോവുകയാണ്. ഓരോരുത്തരും ഓരോ സ്റ്റെപ്പായിട്ടായിരുന്നു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഓരോ പള്ളിക്കൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അവർ പള്ളിക്കൊക്കെ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ, മോനൂസിനൊന്ന് ചില്ലാക്കി മൂടാക്കി എടുക്കണ്ടേ. അവൻ ഭയങ്കര കലിപ്പായിരുന്നല്ലോ. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അവനൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചായ കുടിക്കായിരുന്നു. പൊതുവേ നമ്മൾ ചായ കുടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നേരത്തെ എണീക്കുമല്ലോ. അപ്പം നമ്മൾ പൂവടയാണോ അടയാണോ ഉണ്ടാക്കി അത് കഴിക്കും. പിന്നെ പള്ളിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പൂരി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുക, അതും കേൾക്കും. അങ്ങനെ പൊതുവേ ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം എല്ലാത്തിലും മാറ്റം വന്നിന്ന്. ചോറൊക്കെ കുറച്ച് ലേറ്റായിട്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ചധികം പണികളുണ്ടായിരുന്നു. പണികളൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ സനുമോനും ഇന്നൂസും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉണ്ടാക്കും വേഗം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരത്തെ ഫുഡ് കൊടുത്തിട്ടാ. അപ്പോൾ അവൾ മാട്ടിയൊക്കെയാണ് ഇട്ടിരുന്നത്. ഞാൻ ചോദിക്കാം, മാട്ടിയൊക്കെ ആണല്ലോ, പൊളിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് കാണിച്ചു തരായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മോനൂസിനൊക്കെ ഫുഡ് കൊടുത്ത്, മോനൂസ് മാത്രമല്ല നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച്. നമ്മൾ പൊതുവേ അവർ പള്ളിയിൽ നിന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്ന ടൈമിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ കുറച്ച് ഡിലേ ആക്കിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതേ വെല്ലിമാക്ക് എന്ന് വെച്ചാൽ നമ്മളെ സാധാ ചിക്കൻ ബിരിയാണി അങ്ങനെയൊന്നും പറ്റൂല. അപ്പോൾ വെല്ലിമാക്ക് സ്പെഷ്യലായിട്ട് ചെമ്മീൻ ബിരിയാണി വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാൽ വെല്ലിമ്മ തിന്നും. പിന്നെ കുഞ്ഞിപ്പോൾ ഈ പൊത്തിയിരിക്കണമെന്ന് വെച്ചാൽ ഇന്ന വീഡിയോയിൽ എടുക്കണ്ട, ഇന്ന വീഡിയോ പെടുത്തണ്ട. അപ്പം ഞങ്ങളിങ്ങനെ പറയുമെന്ന് ചെയ്യാം, മോളെ പ്ലേറ്റിൽ ചിക്കൻ ഒന്നാകെ മറിഞ്ഞിക്കണല്ലോ പടച്ചോനെ,
ചിക്കൻ ഇല്ലാത്തൊരു ഷിയമോളെ പ്ലേറ്റ് ഒന്ന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫണ്ണടിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പാക്ക് അങ്ങനെ ഇപ്പം ചിന്ന വീഡിയോ ഇപ്പോൾ എടുത്തണ്ടെന്നുള്ളൊരു മൂഡ്. മോനൂസ് ആണെങ്കിൽ ഫോണിലിരുന്ന് ഇങ്ങനെ ഓരോ വീഡിയോസ് കാണായിരുന്നു കേട്ടോ. ഓനങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരാവണ്ണം ഫുഡ് കഴിക്കാൻ പറ്റണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു, ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മധുരട്ട അച്ചാറുണ്ടായിരുന്നു. പൊതുവേ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ സാദാ ചോറും ബീഫ് വരട്ടിയതും ആക്കുക ചെയ്യൽ. കാരണം പെരുന്നാൾക്ക് അങ്ങനെ മതി. കാരണം പെരുന്നാക്കിൽ നമുക്ക് ബീഫ് കുറച്ച് അധികം കിട്ടും. അടക്കതാക്കിയിട്ട് തിന്നാണ് ഗൈസ്, അടക്ക. ഹലോ, അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങാൻ കേട്ടോ. ഇന്നലെ അവരൊക്കെ കിടന്നുറങ്ങാൻ നേരെ വൈകിയിരിക്കണേ. കുഞ്ഞിമാരൊക്കെ വന്നത് തന്നെ 11 മണി 11:30 എങ്ങാണ്ട് അയക്കണം ഇവിടെ എത്തുമ്പോൾ. അവർ വരുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം കാത്തുനിന്ന് മോനൂസിനെയും കൊണ്ട് ഇവർ പടക്കേറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മോനും ഇറങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ കൂട്ടത്തിൽ കിടന്നുറങ്ങി. പിന്നെ ഇവർ വന്ന് പൂവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ അടക്കയാണ് ഉണ്ടാക്കുക. പിന്നെ ഇന്ന് പെരുന്നാളാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ വന്നതിന് ശേഷം പൂവടൊക്കെ ഉണ്ടാക്കി 3 മണി 3:30 എങ്ങാണ്ട് ആയി കിടന്നുറങ്ങാൻ. ഇവിടെ 5:30 ആകുമ്പോഴേക്കിനും എണീറ്റും ചെയ്തെല്ലാവരും. അതിൻ്റെ ക്ഷീണമുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാൻ കേട്ടോ. നമ്മളിനി ഇന്ന് ഉണ്ണിയാൽ ബീച്ചൊക്കെ ഒന്ന് പോവാം. നമ്മളൊരു ഏറ്റവും സമയത്തും പെരുന്നാൾക്ക് അങ്ങനെ പുറത്ത് പോവുക ഒന്നും ചെയ്യാറില്ല. അവിടുന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് മക്കളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും, നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോകും. കഴിഞ്ഞു നമ്മളെ ഇത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയല്ലല്ലോ, ഉമ്മാൻ്റെ വീട്ടിലൊന്നും പോകണില്ല, എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ നമുക്ക് ഉണ്ണിയാൽ ബീച്ച് പോകാമെന്നുള്ളത്. സമയം ഇപ്പോൾ ഏകദേശം 4:30 4:45 എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് പോവോ എല്ലാവരും ഉറങ്ങിയല്ലേ എന്നൊക്കെ. അപ്പം ഞാൻ കരുതിയിട്ടുണ്ടെന്ന് എല്ലാവരും കിടന്നുറങ്ങിക്കോട്ടെ, ഒന്ന് എണീറ്റ് വരുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഉഷാറും വന്നോളും, ഒരു പോവാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടിക്കോളും. മറ്റേ ചത്ത് തൂങ്ങി പോകുമ്പോൾ ഒരു ഉഷാറുണ്ടാവില്ലല്ലോ. ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊന്തൂല. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ ഈദ് വ്ളോഗ് ഇന്ന് ഈദിൻ്റെ അന്ന് ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ആ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന പരിപാടിയിലായിരുന്നു ഞാനെന്ന് വെച്ചാൽ അന്ന് ആ വീഡിയോ എങ്ങനെയായിരുന്നോ, വീഡിയോയിൽ എന്തൊക്കെയാണോ കാണുന്നത് ആ കാര്യങ്ങൾ പറയുക, അങ്ങനെ പോവുക അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളിപ്പുറം എത്തിയപ്പം എൻ്റെ രീതികളൊക്കെ മാറി. ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം, അത് മാത്രമാക്കി. കാരണം അന്ന് കഴിഞ്ഞ് പോയ വീഡിയോ ആണല്ലോ അത്. അപ്പോൾ അന്നത്തെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പ്രസക്തി ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്താണോ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയം, ആ വിഷയം പറയാമെന്ന് കരുതിയിട്ട് ആ വിഷയം മാത്രമാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ അത് വോയിസ് കൊടുക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്ന് കുറച്ച് നേരം കിടന്നാലോ അല്ലെങ്കിൽ എല്ലാത്തിനും പൊന്തിച്ച് എണീപ്പിച്ചാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് പാല് പിയ്യാണ്ടായിരുന്നു. നമുക്ക് പാല് പിയ്യാന്ന് പറഞ്ഞാൽ പഴമൊക്കെ ഇട്ടിട്ട് പിയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. നമ്മളെ ഈദിൻ്റെ അന്ന് നമ്മൾ പൊതുവെ പായസ കാര്യങ്ങളൊന്നുമല്ല ഉണ്ടാക്കുക, പാല് പിയ്യുക ചെയ്യുക. അതിൻ്റെ ഉപ്പാക്ക് എന്തോ പണ്ട് കുടിക്കുന്ന സാധനം തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് പെരുന്നാളായ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി പുറത്തൊക്കെ ഒന്ന് പോയി വന്നാലും ഉപ്പാക്ക് അത് കുടിക്കാൻ കിട്ടണം, നിർബന്ധമാണ്. അപ്പോൾ അത് മുതൽ അത് നമ്മൾ ആദ്യം ഇങ്ങനെ ശീലിച്ച് ശീലമായി വന്ന കാരണം കൊണ്ട് അത് ശീലമാണ്. അപ്പോൾ ഇവരെല്ലാവരും കിടന്നുറങ്ങല്ലേ ഞാൻ വെച്ച് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി സെറ്റാക്കി വെക്കാം. മറ്റേത് നീറ്റ് ഉണ്ടാക്കി കുടിച്ച് പോകുമ്പോഴേക്കിനും പിന്നെ നേരം വയ്ക്കൂലേ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർത്ത് ഈദ് വ്ളോഗ് എന്ന് വെച്ചിട്ട് കാര്യമായിട്ടൊന്നും പെടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞങ്ങാണ്ട് പോയിട്ട് ഫോൺ കുത്തിയേക്കുക. ഫോണിൽ ചാർജില്ല, ഫോൺ കുത്തിച്ചാൽ നമ്മൾ പോവരോ എന്താണെന്നൊന്നും അറിയില്ല. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ അതിൻ്റെ ഈ വീഡിയോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ വലിയ മതി അവിടെ അടക്കതാക്കുക ആ പണിയിലേക്ക് നമുക്ക് എന്തായാലും പാല് പിയ്യാൻ പോവാം. പാല് പിയ്യാൻ വേണ്ടിയിട്ട് പഴമൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. ഇനി ചെറിയ ഉള്ളി, തേങ്ങ ചിരണ്ടണം, തേങ്ങാപ്പാൽ ഇടണം, അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. എനിക്ക് എത്ര പഴം എടുക്കണം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടണില്ല. കുറേ പഴം ഞാൻ എടുത്ത് ഇനിയും കവറിൽ ബാക്കിയുണ്ട്, പക്ഷെ എത്ര എടുക്കണം എന്ന് എനിക്ക് ഐഡിയ കിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് തുടങ്ങിയാൽ മനസ്സിലാവുമല്ലോ ഇനി വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യട്ടെ, അപ്പോഴേക്കിനും ഫോണൊന്ന് കുത്തിയേക്കട്ടെ കേട്ടോ.
ഇതില്ലേ ഗൈസ്, ഇതാണ് മന്തക്കൈൽ എന്ന് പറയട്ടെ. കുറേ കാലമായി അതിൻ്റേതായിട്ടുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. മന്തക്കോല് പിന്നെന്താ പറയുക, എന്തൊക്കെയോ പറയും. എന്തായാലും ഈ ഒരു സാധനത്തിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇതില്ലേ, ഇതിപ്പോൾ ഞാൻ ചെറിയുള്ളിലേക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പഴം നമ്മളിങ്ങനെ ഉടച്ചിട്ടല്ല ഇടുക, പഴം അങ്ങനെ തന്നെ വേണ്ടി ഇടലാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 ഉടക്കലാണ്. ഇതാണ് ഈ സാധനത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇത് പണ്ട് കുറേ കാലം മുന്നേ ഉള്ളതാണ്. ഇവിടെ പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു, അല്ല കുത്തി തിന്നിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങളടുത്തപ്പോഴും ഈ സാധനം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുത്തും. പക്ഷെ ഞാൻ കൈയായിട്ട് തന്നെ ഉടച്ചാണ് പഴം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി സുഖത്തിന്. കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കുറവ് വരാൻ പാടില്ലല്ലോ, അവർ പറയാൻ പാടില്ലല്ലോ ഇത് ഇച്ചിരി ഉടഞ്ഞു പോയില്ല എന്നൊന്നും. അതിന് വേണ്ടിയിട്ടാ. അപ്പോൾ ഇതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മന്തക്കൈൽ ഓർ മന്തക്കോല് എന്നൊക്കെ പറയുന്ന സാധനം. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ബാക്കി കുത്തി ഉടക്കട്ടെ. ഇനി തേങ്ങ ചിരണ്ടണം, പാലുണ്ടാക്കണം, കുറേ പരിപാടിയുണ്ട്. ആരും എണീറ്റിട്ടുമില്ല. വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങാന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതാണ് ആ ഉറക്കം. ഇത് മാത്രമാണ് ആ ഉറക്കം. ഇവിടെ അതേ മാലിക്ക് കിടന്നുറങ്ങുന്നുണ്ട്, ഷിയമോള് കിടന്നുറങ്ങുന്നുണ്ട്, താഴത്ത് കുഞ്ഞമ്മ കിടക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇത് സംസാരിച്ച് അവരൊക്കെ എണീക്കുന്നുള്ളതുകൊണ്ട് കൂടുതൽ പറഞ്ഞില്ല കേട്ടാ. നാച്ചുപ്പൻ ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. പെബു എണീറ്റ് വന്നിട്ടുണ്ട്. വല്യമ്മ അവിടെ തേരാപാര ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും എണീറ്റ് വന്നിട്ടുണ്ട്. ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ എപ്പോഴാണ് എണീക്കാൻ നല്ലത് പോലെ. അങ്ങനെ ദേ ഗൈസ്, നമ്മളെ പഴം പിഴിഞ്ഞത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഹോ, എന്താ ടേസ്റ്റ്, എന്താ അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പക്ഷെ ഒരു പൊട്ടത്തരം പറ്റി. പൊട്ടത്തരം പിന്നെ എൻ്റെ കൂടെ പിറപ്പാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഉമ്മ ആദ്യമേ ചക്കര എന്താ പറയുക ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കരയാണല്ലോ ഇതിൽ ഒഴിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തടാ, ചക്കര ഇടാൻ മറന്നു, പഞ്ചസാര ഇട്ടു. എങ്ങനെയുണ്ടമ്മ, രസമുണ്ടാ? ഇഷ്ടായാ? ഇഷ്ടാട്ടിയാ തോന്നണ്. ആലോചനാമുക്തനാണ് താങ്കൾ. എങ്ങനെയുണ്ട്? അടിപൊളി. പഞ്ചസാര ഇട്ടാണ്ടാ? ഞാൻ പഞ്ചസാര ഇട്ടു, എനിക്കറിയില്ല ഇന്ന് പഞ്ചസാര ഇടരുതെന്ന്. ഷിയമോളെ ബീച്ചിൽ പോണ്ടേ? ഇന്നാളി പോണ്ടേ? ഡീ നീക്കണില്ലേ? ആന്തിയെ നീക്ക്. ഷിയമോളെ എല്ലാരും നീറ്റിക്കണേ, നീറ്റ് വാ. ഡീ ഇത് ഗർഭം നീയല്ല ആർക്കോ എന്റെ കുട്ടി. ഗുണ്ട് പൊട്ടിക്കാൻ പോവാണല്ലോ. ഗുണ്ട് ഗുണ്ട് ഗുണ്ട്. ഇന്ന് പൊട്ടിക്കോ? പടക്കം പൊട്ടിക്കാൻ പോകണം. പടക്കം ഇതാച്ചപ്പ എന്താ ഇത്? എന്തിനാ ചെവി പൂട്ടണേ? എന്തിനാ ചെവി പൂട്ടണേ? എന്തിന്? എന്തിനാണ് എന്നിട്ട് പൊപ്പിച്ച് എന്തിനാ പഞ്ഞിക്കണേ? വല്യമ്മ പടക്കം പൊട്ടാൻ പോണേ. ഓടിക്കാളെ ഓടിക്കാളെ ഓടിക്കാളടാ, ചെവിത്തിക്കാളടാ. എവിടെ പൊട്ടി പൊട്ടി എവിടെ പൊട്ടണിയാ കുഞ്ഞിപ്പാ? കത്തി കത്തി. അങ്ങനെ വീണ്ടും നമ്മൾ
മാറ്റി സുന്ദരക്കുട്ടപ്പന്മാരായിട്ടുണ്ട്. ദേ 3 കിങ്സ് ഇരിക്കുന്നുണ്ട്. 3നും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയാൽ ബീച്ചൊക്കെ പോവുകയാണ്. നമ്മൾ ഈദിന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബീച്ചിൽ പോകുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കറങ്ങാൻ പോകുന്നത്. ആ ചമ്മൽ കണ്ടില്ലേ, അത് കുഞ്ഞിമാരുടെ ഒരു ചീത്ത കേട്ടതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം വൈകിയില്ലേ, നേരം വൈകിയത് ഇന്നെ കൊണ്ടല്ല അവരെ കൊണ്ട് തന്നെയാണ്. അവർ കിടന്നുറങ്ങിയിട്ട് തന്നെയാണെങ്കിൽ പോലും ചീത്ത എനിക്കാണ്. ഇന്നേരത്തെ എന്തിനു പോണേ, എങ്ങനെ പോണേ. കുഞ്ഞമ്മ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാട് പോവാന്ന്. ഞാനാ പറഞ്ഞാൽ വേണ്ട, വൈകുന്നേരം പോകുമ്പോൾ നൈറ്റാണ് രസം എന്ന്. അങ്ങനെ നമ്മളാക്കി. അതിനുള്ള എല്ലാ ദേഷ്യവും കുഞ്ഞുമാരുടെ അടുത്തുണ്ട്. ഇന്നേരത്ത് പോയാൽ അവിടെ ഒന്നും കാണാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല, അവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഈ പറയണമാതിരി അവിടെ എത്തിയാൽ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞാൽ പോണത്. അങ്ങനെ ദേ വല്യമ്മയും ഞാനും ഉമ്മയും ടീമും കുഞ്ഞിമ്മയൊക്കെ 2 ഓട്ടോയിലായിട്ട് പോയി. നസീമയും കുഞ്ഞിപ്പയും പെബുട്ടിയും കൂടി ബൈക്കുമ്മലും വന്നിട്ടാ. മാലിക്കൂനെ ബൈക്കുമ്മ ഇരുത്തി കൊടുത്തതായിരുന്നു. പക്ഷെ പെബുട്ടി കാരണപ്പോൾ ഓനെ അങ്ങോട്ട് കൊടുത്തിട്ട് മാലിക്കും ഭയങ്കര അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് കല്യാണ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പറയില്ല ദേണ്ട്രാ അവൻ്റെ മുന്നിച്ചാട് അതേ അവസ്ഥയായിരുന്നു ഇപ്പോട്ടാ. ഞാൻ പറയുന്നു കുഞ്ഞിമ്മ അത് അവരെ മുന്നിച്ചാടേന്നുണ്ടെങ്കിൽ അവരെ മുന്നിച്ചാടാന്നിട്ട് പൂക്കിടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നിച്ചാടുമ്പോൾ പൂക്കൊക്കെ ഇട്ടിരുന്നേ. അങ്ങനെ വേണ്ടടാ ഉണ്ണിയാൽ ബീച്ചിൻ്റെ അങ്ങോട്ട് ഓട്ടോ പോയില്ല. കാരണം അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഓട്ടോ പോയില്ല. മെയിൻ റോട്ടിലാണ് നിർത്തി. പിന്നെ ഇവിടുന്ന് ആ തല വരെ ഞങ്ങൾ നടക്കുക ചെയ്തത് കേട്ടാ. അപ്പം മുതൽ ഞാൻ എൻ്റെ കുഞ്ഞിമ്മാനെ ചീത്തറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എന്ത് പറഞ്ഞിട്ടെന്നറിയാം, എന്താ പറഞ്ഞത്, ഈ സമയത്തൊന്നും ഒരാളും മനുഷ്യനും ഉണ്ടാവില്ല, വെറുതെ കടൽ കാണാൻ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നോ, ആൾക്കൂട്ടം വല്ലാത്തൊരാൾക്കൂട്ടായിരുന്നു കേട്ടോ. എത്രമാണ്ടി ആൾക്കാരുണ്ടായിരുന്നെന്നറിയോ. ആൾക്കാർക്കൊരു പഞ്ഞുണ്ടായിരുന്നില്ല. നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വൈബ് തന്നെയാണല്ലോ പറഞ്ഞാൽ. അങ്ങനെ ഗൈസ് നമ്മൾ ബീച്ചിലെത്തിയിട്ട് നമ്മളിങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ നിറച്ച് ജനങ്ങളാണ് കേട്ടോ. നിറച്ച് ജനങ്ങളാണ്. അപ്പോൾ ഉപ്പിലിട്ട സാധനങ്ങൾ, അതുപോലെ കടികൾ, പൊരിക്കടികൾ, പല ഐറ്റംസും ഉണ്ട്. ഓരോരോ ഷോപ്പൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഷോപ്പിൻ്റെ മുന്നിൽ ഡെക്കറേഷൻ ചെയ്തതും അലങ്കരിച്ചതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തതും കാണാനൊക്കെ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗേൾസൊക്കെയാണ് കേട്ടോ ഓരോ ഷോപ്പ് നടത്തുന്നതും ചെയ്യുന്നതും ഒക്കെ. ഇവിടെ പിന്നെ കണ്ടില്ലേ കുട്ടികൾക്ക്, കുറച്ച് വലിപ്പമുള്ള മക്കൾക്ക് ഇങ്ങനെ കാറിൽ അവരെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു എക്സ്പെരിമെൻ്റ്, ഒരു കളിയായിരുന്നു അവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു ക്യാമറ ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത് ആ വൈകുന്നേരം എന്നുള്ള എടുത്തില്ലേ, ഷോപ്പിൻ്റെ പേരൊക്കെ എടുത്തില്ല നിങ്ങളേന്ന്. അപ്പോൾ അതേണ്ടാ അത് ആ ഷോപ്പിൻ്റെ പേരാണോല. പക്ഷെ പോണവർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വൈബാക്കിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടും ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവരിവിടെ പാർക്കിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പെബൂസിനൊക്കെ ഇതിൽ വഞ്ചിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെബൂസൊക്കെ. മാലിക്കൂനെ ഇറക്കാൻ പറ്റൂല, മാലിക്കു ചെറുതല്ലേ, മാലിക്കൂന് ഇങ്ങനെ ഇതാക്കാനും ഒന്നും അറിയില്ലല്ലോ. അവന് ഇച്ചിരി കൂടി വലുതാവണം എന്നാലേ അവന് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാച്ചൂനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക എൻജോയ്മെൻ്റുള്ള ഒരുപാട് കളികളുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ മുന്നിൽ ഒരു കുട്ടി വന്ന് പെട്ട്. ആ കുട്ടി അവളാളാണെന്ന് വിചാരിച്ച് നിന്നായിരുന്നു, പക്ഷെ അത് വേറെ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി ഇതാരാ പോയി ഇന്നെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് നോക്കുക. നമ്മൾ ഫ്രൂട്ടിയാണെന്ന് വിചാരിച്ച് വാങ്ങിയൊരു സാധനമായിരുന്നു അത് ഫ്രൂട്ടി അല്ല, അതൊരു തരം തരിപ്പുള്ള ടൈപ്പ് ഫ്രൂട്ടി കണക്കിന് എന്തോ ഒരു സാധനം, എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ തരിപ്പിന് തരിപ്പും ഉണ്ട്, എന്നാൽ ഫ്രൂട്ടി അല്ല, എന്നാൽ സെവനപ്പും അല്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നാച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാച്ചൂസും ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നാച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വഞ്ചില്ലേ, ഈ വഞ്ചി പറഞ്ഞ സാധനത്തിൽ ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല കേട്ടോ. കയറണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനൂസിനെ കളിപ്പിക്കുക, പിന്നെ അതൊക്കെ ആയിരുന്നു അങ്ങോട്ട് വൈബായിരുന്നു, ഫുള്ള് ചില്ലായിരുന്നു, വൈബായിരുന്നു. അങ്ങനെ പിന്നെ മോനൂസിനെയും നാച്ചൂനെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കയറ്റി വിട്ട്. മാലിക്കൂന്നൊക്കെ വെച്ചാൽ പൊതുവേ എന്ത് കിട്ടിയാലും അതിന്മേൽ വലിഞ്ഞ് കയറി ഇതാക്കി ചെയ്യുന്ന ആളാണ് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ടൈമിലൊക്കെ ഇരുത്തിയാലില്ലേ അവനക്ക് ഭയങ്കര പേടി, അവൻ ഇറങ്ങി വരാൻ നോക്കുക, എന്തുകൊണ്ടാണ് എന്നറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്ന ആ താത്ത കയറി പോണ പോലെ കയറിപ്പോ, ഒരാൾ കയറാൻ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കയറിപ്പോ. അല്ല ജനാലിന്റെ മുകളിലൊക്കെ പിടിച്ച് കയറണം.
അതാണ്ടോക്ക മാലിക്ക് വേണ്ടോക്ക താത്ത കേറണോക്ക അങ്ങനെ പോയി കേറി പോ അങ്ങോട്ട് പോ. ഈ പൊട്ടന്മാരെ വിചാരം ഇതാണ് ഈ കളിന്നാണ്. അവനക്ക് കയറാൻ പറ്റുമോ? ചെറിയതാണ്. അങ്ങനെ എന്തെങ്കിലും അവൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്യുന്ന മാതിരിയേ അവൻ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി, പക്ഷെ ഇത്തവണ അവനക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അവൻ അവിടെ തന്നെ നിന്നിട്ട് ചാടിക്കളിക്കുമ്പോൾ തന്നെ അവർ വീഴാൻ പോകുമല്ലോ, അങ്ങനെ പിടുത്തം കിട്ടാത്ത മാതിരി ബാലൻസ് ഇല്ലാത്ത മാതിരി ആവുമല്ലോ. അപ്പോൾ ഇവരെ വിചാരം എന്തെന്നാ, ഇതാണ് ഇതിൻ്റെ കളി ഇങ്ങനെയാണ്, അല്ലാണ്ട് കയറി വന്ന് കീഴലാണെന്നൊന്നുമല്ല ഇവരെ വിചാരം ഇത് ഇങ്ങനെ ചാടി. അങ്ങനെ മക്കളെ കയറ്റാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ മക്കളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റി ഒന്നുമല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഈ ചാടിക്കളിയായിരുന്നു, 3 പേരും അതേ ചാടിക്കളിയായിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം അവരെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ്, അവരങ്ങനെ കളിക്കുന്ന അതാണ് അവരെ ഹാപ്പിനെസ്. അപ്പോൾ എന്തായാലും അവർ ഹാപ്പിയാണെന്ന് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. അവരെ രസത്തിന് അവരങ്ങനെ കളിക്കട്ടെ. പിന്നെ ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആയിട്ട് പോലും ഞാൻ ഈ കളിക്കുന്ന വീഡിയോ ഒക്കെ ഇവിടെ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ഭാവിയിൽ നമുക്ക് കാണുമ്പോൾ രസമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ വഞ്ചിയിൽ കയറണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനുള്ള ക്യൂ നിർത്താണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഇച്ചിരി ഡിലേ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ സമയം കൊണ്ട് മോനൊന്ന് ഇതിൽ ഊഞ്ഞാലയിലിട്ട് ആട്ടാന്ന് കരുതി വന്ന്, അത് കഴിഞ്ഞ് വേഗം അവിടെ ആയി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ അവിടെ പോയി കയറി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പടച്ചോനെ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ജന്മമുണ്ടെങ്കിൽ ഈ സാധനത്തിൽ ഞാൻ കയറൂലെന്ന് ഞാൻ ഉറപ്പിച്ചൊരു ദിവസമായിരുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ കരഞ്ഞിന്ന്. എൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടതിലേ നിർത്തി എന്ന് പറഞ്ഞിട്ടാ ഞാൻ കരഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഉയരം, ഇങ്ങനത്തെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇതിൽ കയറി ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ അതും പാളിപ്പോയി. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, എന്തായാലും ഇന്നെപ്പോലെ ആവരുതിൻ്റെ മോനെന്ന് വിചാരിച്ചിട്ടാണ് അവനെ ഞാൻ കയറ്റിയത്. പക്ഷെ ഉണ്ടടാ, ഞാൻ നാണം കെട്ട് നാറിയെന്ന് പറയാം, അമ്മാതിരി ചീറലായിരുന്നു ഞാൻ ചീറിയുന്നത്. പക്ഷെ മോനെ നോക്കുമ്പോഴേക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നല്ലതാണല്ലോ അവരിപ്പോൾ തന്നെ അങ്ങനെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കരുതി അവൻ നല്ല പേടിക്കുന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ പേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഹാപ്പി ആയിരുന്നു. അവൻ ചിരിച്ചും കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. കുട്ടിനേറ്റ് എനിക്ക് പറ്റൂല, വേണ്ട, പോണ്ടെന്നൊക്കെ. പക്ഷെ ഷിയമോളും കുഞ്ഞിമ്മയൊക്കെ കൂടെ നിന്ന് കട്ടക്ക് നിന്നുകൊണ്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് സെക്ഷനാണ്. ഫുഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിൽ ഫുള്ള് ഫുഡാണ് കേട്ടോ. അപ്പോൾ നന്നാരി സർബത്താണ് എനിക്കത് മതി എന്ന് പറഞ്ഞു. ചുരണ്ട കഴിച്ച് എനിക്ക് അത്ര ഞാണ്ടെന്തോ ഒരു ഇഷ്ടമില്ല. അപ്പോൾ മക്കളൊക്കെ അത് കഴിച്ച്, പിന്നെ പോപ്കോൺ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിയമോൾ ഒരു സാധനം തപ്പി ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇറങ്ങിയ വഴിക്ക് നമ്മൾ എന്തെന്ന് നമുക്ക് ഏതായാലും ഐസ്ക്രീം ഇങ്ങനെ കണ്ടപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ചോദിച്ചാൽ ആ കടയിൽ കയറിയപ്പോൾ അവൻ പറയാൻ തണുത്തിട്ടില്ലടാ, ഇപ്പോൾ ഓണാക്കിയിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐസ്ലെസ് എന്ന് പറഞ്ഞ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഇവിടെ നിന്ന് 2 ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ അതും തട്ടി നടക്കുക കേട്ടോ. നമ്മൾ ഈ നടന്ന് പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ ലോഡഡ് ഫ്രൈസ് ഇല്ലേ, അത് ഷിയമോൾക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പറഞ്ഞാൽ അത് തപ്പാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതാണ്. അപ്പോൾ എനിക്ക് ഇൻ്റെതായി ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയുന്നത്. ഞാൻ വേറെ ആരോ ആണ് വീഡിയോ എടുക്കണത്, പക്ഷെ കുഞ്ഞിപ്പക്കോല് മാത്രം ഒമ്പിരിക്കണതായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ അറഞ്ചം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോഡർ ഫ്രൈസ് തിരഞ്ഞിട്ട്. പക്ഷെ നമുക്ക് കിട്ടാൻ കുറച്ച് പാടുപെട്ട്. ഇവിടുന്ന് പറയും അവിടെയാണ്, എന്നിട്ട് നമ്മൾ അവിടെ പോകും, എന്നിട്ട് അവിടെ നിന്ന് പറയും ഇവിടെയാണ്, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. അങ്ങനെ അങ്ങോട്ടോടി ഇങ്ങോട്ട്
കേട്ടോടി. അവിടെ മൊത്തം നമ്മൾ നടന്നീന്ന്. എന്തായാലും ലാസ്റ്റ് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയപ്പോൾ ഉണ്ടടാ നോക്കിയപ്പോൾ പേരൊക്കെ എഴുതി വെച്ചിരിക്കണ 1 മണിക്കൂർ കഴിയും ഇവിടുന്ന് കിട്ടാനെന്ന്. എന്നിട്ട് ഇങ്ങനെ പേര് എഴുതി വെക്കാതെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ ഫാമിലി മൊത്തം ഒരു സ്ഥലത്ത് സിറ്റ് ഡൗൺ ആയിട്ട് ഓരോന്ന് വാങ്ങിച്ച് തിന്ന ഐസ്ക്രീമൊക്കെ. പാനിപ്പൂരിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ കറക്റ്റ് ഞാൻ അവിടെ എത്തിയിട്ടാ. ഞാൻ അങ്ങനെ അത്ര വലിയ പാനിപ്പൂരി ലവറൊന്നുമല്ല, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ആ പാനിപ്പൂരി നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. ആ ഒരു ചോയൊക്കെയില്ല, അതൊക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമായി പാനിപ്പൂരി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിയമോൾ ഓർഡർ ചെയ്തിട്ട് ഷിയമോളും പിന്നാലെ വന്നിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവൾക്കും ഒന്ന് കൊടുത്തപ്പോൾ അവൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ നബൂസ് ആണെങ്കിൽ അവിടെ ഇരുന്ന് ഐസ്ക്രീം തിന്നെയാണ്. മാലിക്കാണെങ്കിലും നാച്ചാണെങ്കിലും അവിടെ ഇരുന്ന് ഐസ്ക്രീം തിന്നുന്നുണ്ട്. കുഞ്ഞിമാർ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും വാങ്ങിച്ചു. ഒരാൾ പറയാണ് ഇപ്പോൾ ഐസ്ക്രീം തിന്നണം, അപ്പോൾ നമ്മൾ എന്നാ ഐസ്ക്രീം തിന്നാം. ഒരാൾ പറയാണ് നമുക്ക് പാനിപ്പൂരി തിന്നണം, അപ്പോൾ പാനിപ്പൂരി തിന്നാം. അങ്ങനെ എന്താണോ ആഗ്രഹം അതിനനുസരിച്ചായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാനിപ്പൂരിയില്ലേ വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഷവർമ്മ പാനിപ്പൂരി ആയിരുന്നു. അതില്ലേ അതാ കറക്റ്റ് ഷവർമ്മ തിന്നുന്ന ആ ഒരു ഫീലിങ്ങിൽ ആ ഒരു ചോയല്ലേ ആ സെയിം ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഷവർമ്മ തിന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. പിന്നെ വെച്ചാൽ ഇത് രണ്ടും മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നുകൂടി ഇഷ്ടമായത് മറ്റേ തന്നെയാണെന്നുണ്ടെങ്കിൽ ഷവർമ്മ അടിപൊളിയായിരുന്നു. പിന്നെ ഈ കരച്ചിൽ നിങ്ങളിപ്പോൾ കണ്ടത് അവൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം ഞാനൊന്ന് വാങ്ങിയതിനാണ് ഇപ്പോൾ മോൻ്റെ ഇങ്ങനെ ചിണുങ്ങിയത്. അത് കഴിഞ്ഞ് ഷിയമോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പൂതി എനിക്കും കഴിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തല്ലുപിടുത്തം കണ്ട നിങ്ങൾ വിചാരിക്കും എനിക്ക് ഐസ്ക്രീം കിട്ടിയിട്ടില്ല എന്നല്ലേ. അല്ല ഗൈസ്, എനിക്ക് ഐസ്ക്രീം കിട്ടിയിരുന്നു. എന്നിട്ട് ഞാൻ വെറുതെ അവളേന് തല്ലുകൂടുകയാണ്, കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഓൾ ഇൻ്റെത് പിടിച്ചു വലിക്കാൻ നോക്കുക. സമ്മതിച്ചു കൊടുക്കുമോ ഞാൻ? ഓളതൊന്നും ഞാൻ തിന്നും, പക്ഷേ എൻ്റെതൊന്നും ഓളോട് തിന്നാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ ഇങ്ങനെ തേരാപ്പാര അവിടെ ഇവിടെ നടന്ന് കളിക്കായിരുന്നു. മാലിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പാനിപ്പൂരി നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ കുറച്ച് നേരം നമ്മളവിടെ കാത്ത് നിൽക്കണം കേട്ടോ, എന്ത് സാധനം വാങ്ങണം എന്നുണ്ടെങ്കിലും. അങ്ങനെ ഞങ്ങൾക്ക് അത് ഇഷ്ടമായപ്പോൾ ഞങ്ങൾ വീണ്ടും വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ബുട്ടിക്ക് ഇങ്ങനെ കളിക്കുന്ന ഊതുന്ന സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്ത്. അപ്പം മാലിക്കും നെബും കൂടി ഇരുന്നിട്ട് അതിങ്ങനെ ഊതി കളിക്കായിരുന്നു. മക്കളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് പറ്റിയതൊക്കെ അതും കിട്ടി, നമുക്കാണെങ്കിലും നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്കും കിട്ടി. എന്തായാലും ഒരു അടിപൊളി വൈബായിരുന്നു ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. എന്ത് ഷിയമോളെ ഇതിന്ന് അല്ല അത് ഞാൻ തിന്നുകണ് പരിക്കൊക്കെ അവിടെ കുഞ്ഞിപ്പാ. പിന്നെ അവിടെ കുതിര ഉണ്ടായിരുന്നു. കുതിരമ്മ ഇങ്ങനെ നടത്തിപ്പിക്കൂലേ, ആ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കൊരു പൂതി മാലിക്കൂനെ കയറ്റാമെന്ന്. അങ്ങനെ ഞാൻ കരുതിന്ന മാലിക്കൂനെ കയറ്റാന്ന് കരുതിയപ്പോൾ മാലിക്കൂനെ ഒറ്റയ്ക്ക് പറ്റൂലല്ലോ. അങ്ങനെ ഷിയമോളെ കയറ്റി. ഇന്ന് ചിലപ്പോൾ താങ്ങിയില്ലെങ്കിലോ മൂപ്പരാൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഷിയമോളെ കയറ്റി. ഷിയമോളും മാലിക്കും കൂടി ഒരുമിച്ച്. നെബും നാച്ചും വന്നില്ല കേട്ടോ, അവർ പേടിച്ചിട്ട് വന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാലിക്കാണ് ഏറ്റവും പേടിത്തോണ്ടത്. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ മാലിക്കിന് ഇച്ചിരി ധൈര്യം ഉള്ളതുപോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാസ്റ്റ് എത്തിയിട്ട് ഇറങ്ങണം എന്നിങ്ങനെ വാശി പിടിച്ച് അതുവരെ അവന് ഭയങ്കര ഹാപ്പിയിൽ എൻജോയ്മെൻറ്റിലാണ് നിന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കിനുമാണ് നമുക്ക് പൊട്ടാറ്റോ റോള് കിട്ടിയത്. അങ്ങനെ അത് നമ്മളെ ഫാമിലീൻ്റെ അടുത്ത് കൊണ്ടുകൊണ്ട് താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നൊന്നാകെ നെബു അങ്ങോട്ട് വാങ്ങിയടാ, പിന്നെ നമുക്കത് തിരിച്ചു തന്നതേ ഇല്ല. മാലിക്കൂനാണെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ കൊടുക്കുമ്പോൾ മാലിക്കൂന് ഇഷ്ടമാവണില്ല ഒട്ടും. അതിൽ നിന്നിട്ട് നമ്മൾ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കൂലേ, അപ്പോഴാണ് മാലിക്കൂന് അത് ഒരു ഇത്. മാലിക്ക് അങ്ങനെ ഉണ്ട് പറ്റിയില്ല കേട്ടോ. മാലിക്കൂന് ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ അധികമൊന്നും അങ്ങനെ പറ്റൂല. പക്ഷേ ഐസ്ക്രീമൊക്കെ അവന് നല്ല കഴിക്കും. അങ്ങനെ നമ്മൾ ഞാനിത് ആദ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. ആ ഒരൊറ്റ കുന്തം നെബു ഒരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കാണ്ട് അവൻ ഒറ്റക്ക് തിന്ന്. എനിക്ക് മാത്രം എന്തോ ദയ തോന്നിയിട്ട് അവൻ തന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മൾ അതും ട്രൈ ചെയ്ത്. പിന്നെ നമ്മളെ ലോഡർ ഫ്രൈസിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയേക്കപ്പോൾ അവർ പറഞ്ഞ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരാത്തതുകൊണ്ട് വേറെ ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ വേറെ ആളതാണ് നമുക്ക് അവർ തന്നത് കേട്ടോ. ഞാൻ ലോഡർ ഫ്രൈസ് ആദ്യമായിട്ടാണ് കഴിക്കണത്.
എനിക്കിഷ്ടമായി, സംഭവം പൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുഞ്ഞുമ്മ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും ചായ കടി അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. വല്യമ്മ ഒന്നും കുടിച്ചിട്ടില്ല. വല്യമ്മക്ക് നമ്മളിപ്പോൾ വാങ്ങിയതൊന്നും പറ്റില്ല, കാരണം ചിക്കനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷോപ്പ് ഞാൻ ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മേലത്തെ ആംബിയൻസ് നല്ല രസമുണ്ടായിരുന്നു. രാവിലെയൊക്കെ എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് ബീച്ചൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും കടി അതും വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മക്ക് ഒരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് അടിയും മാക്സിമം കളികളുമായിട്ടൊക്കെ അങ്ങനെ കൂടുതലായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഇതായിരുന്നു നമ്മൾ വാങ്ങിച്ചിരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇത് അത്ര വലിയ ഇതായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുഡ് അടിയും എല്ലാം കഴിഞ്ഞ് നേരെ നമുക്ക് വീട് പിടിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുപാട് കാലത്തിന് നമുക്ക് പറഞ്ഞിരിക്കാൻ ഉള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇതുവരെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ലെങ്ത് ആയാലും കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്നേക്കും ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറിയായി എല്ലാ മൊമെൻറ്റ്സും. ചില മൊമെൻറ്റ്സൊക്കെ ഒഴിവാക്കി കളയണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എന്നാലും വേണ്ട, അതൊക്കെ കിടന്നോട്ടെ എന്ന് ചിന്തിച്ചത്. അതൊക്കെ ഭാവിയിൽ നമ്മൾ കാണുമ്പോൾ ഒരു രസമല്ലേ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ അന്ന് എത്രത്തോളം ഹാപ്പി ആയിരുന്നു കാരണം നമ്മളെല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അത് എന്നും നമുക്ക് കാണാനായിട്ട് ഇവിടെ ഇതുപോലെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു.